ഹായ് മക്കളെ, നമസ്കാരം. SSLC പരീക്ഷയ്ക്ക് കേരള പാഠാവലിയിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഓരോ പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതോടൊപ്പം തന്നെ പാഠഭാഗത്തിൻ്റെ ആശയം പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊന്നും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് ചോദിക്കാതെ പരീക്ഷ കടന്നു പോകുന്നില്ല മക്കളെ. ആ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഓക്കെ, വീഡിയോ ആരംഭിക്കാം. നമ്മുടെ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ പാവങ്ങൾ എന്നുള്ള പാഠഭാഗം വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതിനേക്കാളും അതിൻ്റെ ആശയത്തെ ചുരുക്കി നിങ്ങളുടെ കയ്യിലേക്ക് അങ്ങ് തന്ന് സെറ്റാക്കാനാണ് മാഷ് വന്നിരിക്കുന്നത്. അപ്പം മക്കൾ ചെയ്യേണ്ടത് ഈ പറയുന്ന പോയിന്റുകളെ കൃത്യമായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കുക. പിന്നെ ഈ പാഠഭാഗം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, മറക്കാൻ പോകുന്നില്ല. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ പാവങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളും ആ പാവങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ പാഠഭാഗം കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കാനുള്ള രണ്ട് ചോദ്യങ്ങളും ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാറാണ്. അപ്പോൾ ഓക്കെ, എന്ത് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എഴുതിയിട്ടേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം എന്ത് ചെയ്യണം, ഈ ക്ലാസ് ഷെയർ ചെയ്തേക്കണം. ഇതുപോലെ എല്ലാ വീഡിയോയുടെയും ഏറ്റവും രത്നച്ചുരുക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉടനെ തന്നെ കിട്ടുന്നതാണ്. നോക്കുക, പാവങ്ങൾ എന്നായിരുന്നു നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് പാവങ്ങൾ. പാഠസംഗ്രഹം. വിക്ടർ ഹ്യൂഗോ എഴുതിയ ലെ മിസറബിൾ എന്നുള്ള പാഠഭാഗത്തിനെ അല്ലെങ്കിൽ നോവലിനെ നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തതാണ് പാവങ്ങൾ എന്ന പേരിൽ, അല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ആമുഖമൊക്കെ നമ്മൾ വേറെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി പരീക്ഷയുടെ തലേദിവസം നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ സാധനങ്ങളൊന്നും ഓർമ്മയിലേക്ക് കൊണ്ടുവരും. പാഠസംഗ്രഹം. ഴാങ് എന്നു പേരുള്ള ഒരാൾ മോഷ്ടിച്ചതിൻ്റെ പേരിൽ കുറേ കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്തു മോഷ്ടിച്ചതിൻ്റെ പേരിൽ? വിശന്നിട്ട് റൊട്ടി മോഷ്ടിച്ചതാണ്. തൻ്റെ സഹോദരിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനൊരു മോഷണത്തിൽ അദ്ദേഹം ഏർപ്പെടേണ്ടി വന്നത്. അങ്ങനെ ചെയ്ത സമയത്തും ഒരുപാട് കാലം ജയിലിൽ കിടന്ന് തിരിച്ചു വന്ന് അപ്പോഴേക്കും അദ്ദേഹത്തിനെ കള്ളൻ എന്ന മുദ്ര കുത്തി സമൂഹത്തിൽ വേറൊരു ജോലിയും കിട്ടാത്ത രൂപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സാഹചര്യം മാറിയെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഴാങ്ങിന് ഒരു മെത്രാൻ അഭയം നൽകുന്നത്. അതേ മെത്രാൻ്റെ പള്ളിയിൽ ഇയാൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ വെള്ളി സാമാനങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നു, മോഷ്ടിക്കുന്നു. എന്നാൽ ആ മോഷ്ടിച്ച സാധനങ്ങളൊന്നും അയാളെ പോലീസ് പിടിച്ച സമയത്ത് അത് അയാൾ മോഷ്ടിച്ചതല്ല എന്നും താൻ അയാൾക്ക് കൊടുത്തതാണെന്നും പറഞ്ഞിട്ട് അയാൾ ചെയ്ത തെറ്റിനെ പുറത്തു കൊടുക്കുകയാണ് മോൺസിഞ്ഞിയർ എന്ന ആ മഹാനായ മനുഷ്യൻ. അവിടെ ആ ഒരു തെറ്റ് പൊറുക്കുന്നതിലൂടെ വല്ലാത്ത കുറ്റബോധവും അല്ലെങ്കിൽ താൻ ഇനി മുതൽ മോഷ്ടിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ആരെത്തിച്ചേരുന്നു, നമ്മുടെ ഴാങ് എത്തിച്ചേരുന്നതാണ് പാഠഭാഗം. നോക്കുക, വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന ഴാങ്ങിന്, പേരോർക്കുക, ഴാങ്. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന ഴാങ്ങിന് ഡി പട്ടണത്തിലെ മെത്രാൻ അഭയം നൽകി. മെത്രാൻ ഴാങ്ങിനെ അതിഥിയെപ്പോലെ സ്വീകരിച്ച് ഭക്ഷണവും കിടക്കാൻ മെത്തയും നൽകി. എല്ലാവരും ഉറങ്ങിയപ്പോൾ ഴാങ് വാതിൽ ഉന്തി മാറ്റി വെള്ളി സാമാനങ്ങൾ കൈക്കലാക്കി തോട്ടം ചാടിക്കടന്ന് ഓടിപ്പോയി. വെള്ളി സാമാനങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി പിറ്റേ ദിവസം രാവിലെ മദാം മഗ്ലാർ തിരിച്ചറിയുകയും മെത്രാനെ അറിയിക്കുകയും ചെയ്യുന്നു. മെത്രാനിൽ മോഷ്ടിക്കപ്പെട്ട വിവരം അറിഞ്ഞ സമയത്ത് ഒരു ഭാവഭേദവും ഉണ്ടായില്ല. അവ നമ്മുടെയല്ല, അത് പാവങ്ങളുടെയാണ് എന്ന ഒരു പക്ഷക്കാരനായിരുന്നു മെത്രാൻ. കാഴ്ചയിൽ തന്നെ ഴാങ് ഒരു പാവമാണ്. അപ്പോൾ അയാൾക്ക് അവകാശപ്പെട്ടതാണ് അയാൾ കൊണ്ടുപോയത് എന്നാണ് മെത്രാൻ്റെ പക്ഷം. അല്പസമയം കഴിഞ്ഞപ്പോൾ 3 പോലീസുകാർ ഴാങ്ങിൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മെത്രാൻ്റെ സമീപത്തെത്തി. സെറ്റാണോ? കഥ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നുണ്ടോ? മെത്രാൻ ഴാങ്ങിൻ്റെ നേരെ നോക്കി, പോലീസുകാരെ മൈൻഡ് ചെയ്യാതെ നേരെ ഴാങ്ങിൻ്റെ നേരെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തന്ന വെള്ളി സാമാനങ്ങൾക്ക് കൂടെ മെഴുകുതിരിക്കാലുകൾ കൂടി തന്നില്ലേ, നിങ്ങളെന്താ അത് കൊണ്ടുപോകാഞ്ഞ്? അതിനും നല്ല വില കിട്ടും, 200 ഫ്രാങ്ക് എങ്കിലും എന്ത് ചെയ്യും, അതിന് കിട്ടുമെന്ന് മെത്രാൻ അങ്ങ് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഉറപ്പായി ഇത് മെത്രാൻ കൊടുത്തുവിട്ട സാധനം തന്നെയാണ്. മുള്ളുകളും കയ്യിലുകളും എടുത്ത കൂട്ടത്തിൽ അവ കൂടി കൊണ്ടുപോകാത്തതെന്ത്? അവയും കട്ടിവെള്ളിയാണ്. രാത്രി
താൻ കഴിച്ചുകൂട്ടിയ വൃദ്ധ മതാചാര്യൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് ഈ സാമാനങ്ങളൊക്കെ എന്ന് ഴാങ് പോലീസുകാരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കള്ളൻ്റെ മട്ടിലാണ് ഇയാൾ നടന്നിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടൊക്കെ പിടിച്ചു കൊണ്ടുവന്നതെന്ന് പോലീസുകാരെന്ത് ചെയ്തു, മെത്രാനോട് പറഞ്ഞു. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ട് ഇയാളെ വിട്ടയക്കാമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ തീർച്ചയായും വേണമെന്ന് മെത്രാനും മറുപടി പറഞ്ഞു. 2 വെള്ളി വിളക്ക് കാലുകൾ കൂടി ഴാങ്ങിന് മെത്രാൻ നൽകി. ഇനി നിങ്ങൾ സമാധാനത്തോടു കൂടി പോവുക. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഴാങ്ങിനോട് നിർദ്ദേശം കൊടുക്കുകയാണ്, തെരുവിലേക്കുള്ള വാതിലിലൂടെ വരികയും പോവുകയും ചെയ്യാം. അതൊരിക്കലും നിങ്ങളുടെ മുന്നിലല്ല, ആരുടെയും മുന്നിൽ എന്ത് ചെയ്യാറില്ല, പൂട്ടിയിടാറില്ല. ഴാങ്ങിൻ്റെ ദേഹം വിറക്കുകയും മോഹാലസ്യപ്പെടുന്നത് പോലെയും കാണപ്പെട്ടു. വാട്ട് ഈസ് മോഹാലസ്യപ്പെടുക? ബോധം കെടുക. മോഹാലസ്യപ്പെടുന്നത് പോലെയും കാണപ്പെട്ടു. ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നു പോകരുത്. അയാളുടെ അടുക്കൽ ചെന്ന് മെത്രാൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഇപ്പോൾ മുതൽ ഇനി ഞാൻ മോഷ്ടിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇനി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുതേ എന്ന് മെത്രാൻ അയാളുടെ അടുത്ത് നിന്ന് ചെവിയിൽ ചെന്ന് പതുക്കെ പറയുകയും ചെയ്തു. താൻ ഇനി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് ശിക്ഷ കിട്ടിയപ്പോഴല്ല ഴാങ് തീരുമാനിച്ചത്, മറിച്ച് താൻ ചെയ്ത തെറ്റ് പുറത്തു തന്നപ്പോഴാണ് അത് വല്ലാത്തൊരു കുറ്റബോധം ആരുടെ മനസ്സിലുണ്ടാക്കിയത്, ഴാങ്ങിൻ്റെ മനസ്സിലുണ്ടാക്കിയത്. സെറ്റാണോ? ഒന്നുകൂടി നോക്കിക്കേ. വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന ഴാങ് വാൽ ഴാങ്ങിന് ഡി പട്ടണത്തിലെ മെത്രാൻ അഭയം നൽകി. മെത്രാൻ ഴാങ്ങിനെ അതിഥിയെപ്പോലെ സ്വീകരിച്ച് ഭക്ഷണവും കിടക്കാൻ മെത്തയും നൽകി. എല്ലാവരും ഉറങ്ങിയപ്പോൾ ഴാങ് വാതിൽ ഉന്തി മാറ്റി വെള്ളി സാമാനങ്ങൾ കൈക്കലാക്കി തോട്ടം ചാടിക്കടന്ന് ഓടിപ്പോയി. വെള്ളി സാമാനങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി പിറ്റേ ദിവസം രാവിലെ മദാം മഗ്ലാർ തിരിച്ചറിയുകയും മെത്രാനെ അറിയിക്കുകയും ചെയ്യുന്നു. മെത്രാനിൽ ഒരു ഭാവഭേദവും ഉണ്ടായില്ല. അവ നമ്മുടെയല്ല, പാവങ്ങളുടെയാണ്. അല്പസമയത്ത് കഴിഞ്ഞപ്പോൾ 3 പോലീസുകാർ ഴാങ്ങിൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് മെത്രാൻ്റെ സമീപത്തെത്തി. മെത്രാൻ ഴാങ്ങിൻ്റെ നേരെ നോക്കി ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരിക്കാലുകൾ തന്നല്ലോ, മുള്ളുകളും കൈലുകളും എടുത്ത കൂട്ടത്തിൽ അവ കൂടി കൊണ്ടുപോകാത്തതെന്ത്? അവയും കട്ടി വെള്ളിയാണല്ലോ. രാത്രി താൻ കഴിച്ചുകൂട്ടിയ വൃദ്ധ മതാചാര്യൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് ഈ സാമാനങ്ങളൊക്കെ എന്ന് ഴാങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസുകാരുടെ അടുത്ത്. മാത്രമല്ല, ഒരു കള്ളൻ്റെ മട്ടിലാണ് ഇയാൾ നടന്നിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവന്നെന്ന് പോലീസുകാർ പറഞ്ഞു. തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ട് ഇയാളെ വിട്ടയക്കാമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ തീർച്ചയായും അത് വേണമെന്ന് മെത്രാൻ മറുപടിയും പറഞ്ഞു. 2 വെള്ളി വിളക്ക് കാലുകൾ കൂടി ഴാങ്ങിന് മെത്രാൻ നൽകി. ഇനി നിങ്ങൾ സമാധാനത്തോടു കൂടി പോവുക. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തെരുവിലേക്കുള്ള വാതിലിലൂടെ വരികയും പോവുകയും ചെയ്യാം. അതൊരിക്കലും പൂട്ടിയിടുകയില്ല. ഴാങ്ങിൻ്റെ ദേഹം വിറയ്ക്കുകയും മോഹാലസ്യപ്പെടുന്നത് പോലെയും കാണപ്പെട്ടു. ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ, ഒരിക്കലും മറന്നു പോകരുത്. അയാളുടെ അടുക്കൽ ചെന്ന് മെത്രാൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. സെറ്റല്ലേ? റെഡിയല്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട 2 ചോദ്യം ഈ പാഠഭാഗം മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പാവങ്ങൾ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക. പാവങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ തലക്കെട്ട് എത്രമാത്രം ഇതിൽ യോജിക്കുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുക. പേര് സൂചിപ്പിക്കുന്നത് പോലെ പാവങ്ങളുടെ കഥയാണ് ഹ്യൂഗോ പറയുന്നത്. ജീവിത സമരവും ദാരിദ്ര്യവും കുറ്റകൃത്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ കൃതിയാണ് പാവങ്ങൾ. സെറ്റ്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഴാങ്ങിന് ആരും അഭയം നൽകാതിരുന്നപ്പോൾ മോൺസിഞ്ഞർ അഭയം നൽകി അതിഥിയെപ്പോലെ സ്വീകരിച്ചു. നോക്കുക, ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഴാങ്ങിന് ആരും അഭയം നൽകാതിരുന്നപ്പോൾ മോൺസിഞ്ഞർ അഭയം നൽകി അതിഥിയെപ്പോലെ സ്വീകരിച്ചു. സർവരെയും തുല്യരായി കാണുന്ന, എല്ലാം എല്ലാവർക്കുമായി പങ്കുവെക്കുന്ന, ആരെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ആ ഭവനത്തിൽ നിന്ന് ഴാങ് വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ചു. സർവരെയും തുല്യരായി കാണുന്ന, എല്ലാം എല്ലാവർക്കുമായി പങ്കുവെക്കുന്ന, ആരെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ആ ഭവനത്തിൽ നിന്ന് ഴാങ് വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ചു. മോഷണ വിവരം മദാം മഗ്ലാർ മോൺസിഞ്ഞർ അറിയിച്ചപ്പോൾ സൗമ്യമായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞത്, ആ വെള്ളി സാമാനങ്ങൾ നമ്മുടെയല്ല, അത് പാവങ്ങളുടെയാണ്. കാഴ്ചയിൽ തന്നെ ഴാങ് ഒരു പാവമാണ്. ഴാങ്ങിൻ്റെ ഈ പാവമായിട്ടുള്ള ഴാങ്ങിൻ്റെ ജീവിതകഥ പറയുന്നതാണ് പാഠഭാഗം. അതുകൊണ്ട് പാവങ്ങൾ എന്ന പേര് ഈ പാഠഭാഗത്തിന് വളരെയധികം ഉചിതമാണ്. നിങ്ങൾക്ക് സെറ്റായിട്ടുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നേടത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു.
ഒന്ന് അനങ്ങുവാൻ അയാൾക്ക് ധൈര്യം ഉണ്ടായില്ല. ഈ സന്ദർഭത്തിൽ തെളിയുന്ന സൂചന എഴുതുക. ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്ത് തന്നെ മിഴിച്ചുകൊണ്ട് നിന്നു. ഒന്ന് അനങ്ങുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായില്ല. ഈ സന്ദർഭത്തിൽ തെളിയുന്ന സൂചന എഴുതുക. തനിക്ക് അഭയവും ഭക്ഷണവും നൽകിയ മെത്രാന്റെ ഭവനത്തിൽ മോഷണം നടത്താൻ തീരുമാനിച്ച രാങ്ങിൻ്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന വാക്യമാണിത്. താൻ പിടിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് ഓർത്തപ്പോഴുള്ള ഉൾനടുക്കവും ഉപ്പലിഞ്ഞു തീരുന്നത് പോലെ വിയർത്തൊലിക്കുന്നതും താനും ഇല്ലാതാകുമെന്ന ചിന്തയും രാങ്ങിനെ വേട്ടയാടി. സെറ്റാണോ? തനിക്ക് അഭയവും ഭക്ഷണവും നൽകിയ മെത്രാന്റെ ഭവനത്തിൽ മോഷണം നടത്താൻ തീരുമാനിച്ച രാങ്ങിൻ്റെ മാനസികാവസ്ഥ വ്യക്തമാക്കുന്ന വാക്യമാണ് ഇത്. താൻ പിടിക്കപ്പെട്ടാലുണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് ഓർത്തപ്പോഴുള്ള ഉൾനടുക്കവും ഉപ്പലിഞ്ഞു തീരുന്നത് പോലെ താനും ഇല്ലാതാകുമെന്ന ചിന്തയും രാങ്ങിനെ വേട്ടയാടി. സെറ്റാണോ മക്കളെ? റെഡിയാണോ? ഇനി ഈ പാഠം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, മറക്കൂല. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ ആയിട്ട് വരും. ഒരു തവണ കേട്ടിട്ട് സെറ്റായില്ല എന്ന് തോന്നുന്നവർ ഒന്നുകൂടി എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും മാഷിന് ചെയ്തു തരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ വീഡിയോ കാണുന്ന ഓരോ കുട്ടികളും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മാഷിനോട് ഒരു ചെറിയ ഒരു സഹായം എന്ത് ചെയ്യണം, ചെയ്തു തരണം. ഓക്കെ, താങ്ക് യു.